ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വാർത്തയായിട്ടുള്ള ഒരു ന്യൂസുമായിട്ട് തന്നെയാണ്. വളരെ സങ്കടകരമായി എനിക്ക് തോന്നി. ഇന്നലെയാണ് ഞാൻ ഇൻ്റർവ്യൂ കണ്ടത് രാത്രി. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പ്രബിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത് എടുത്ത് കുറച്ച് ഭാഗം ഞാനത് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി സംബന്ധപ്പെട്ട് നമുക്കിപ്പോൾ അത് കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ പലർക്കും അവരെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രേണുസുതി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അവരെ ഇഷ്ടമില്ല എന്നൊന്നും എനിക്ക് തീർത്തും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അവരെ സ്നേഹിക്കുന്നവരായിരിക്കാം അവരെ കൂടുതലും വിമർശിച്ചിട്ടുള്ളത്. കാരണം അവരുടെ ആ ഒരു പ്രവൃത്തി തന്നെയായിരിക്കാം, ഡ്രസ്സിലും സംസാരത്തിലും ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കാം. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും അവരെ സംബന്ധിച്ച് ഇന്ന് അവർ വളരെ ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ അവരെ എങ്ങനെയാണോ സ്നേഹിക്കാൻ കഴിയുക അത്രയും മാത്രം നിങ്ങളിനി അവരെയും സ്നേഹിക്കുക. സങ്കടമാണ് പറയാൻ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വളരെ വളരെ സങ്കടം തോന്നി. കാരണം ഈ ഒരു അവസ്ഥയിൽ കൂടിയാണല്ലോ ഞങ്ങളും കുടുംബവും കടന്നു പോകുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയധികം വിഷമം തോന്നാനും കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ വീഡിയോസ് കുറച്ച് ഭാഗം കാണാമല്ലേ, എന്നിട്ട് സംസാരിക്കാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിലും നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ നമുക്കറിയാം, ബ്രസ്റ്റ് ക്യാൻസർ ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസറാണെന്ന് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചു. പതോളജി റിപ്പോർട്ടാണ്, നമ്മുടെ പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ. ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. ക്യാൻസറാണെന്നോർത്ത് ഞാൻ കരഞ്ഞില്ല.
കിച്ചു വലുതായി. ഋതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥ. ദൈവം തന്നത് തന്നെയാണ് നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? സങ്കടം തോന്നി എനിക്ക്. കാരണം അവർ കുറച്ച് വിമർശനങ്ങളുടെ, കുറച്ചല്ല, നല്ല സൈബർ പുള്ളി ഏറ്റ ഒരാളാണ്. ഈ ഒരു അസുഖം അവരുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നിട്ട് പോലും അവരറിയാനൊക്കെ തീരെ വൈകി. കാരണം അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു, അവർ പറയുന്നുണ്ടല്ലോ വീഡിയോസിൽ. അപ്പോൾ എന്തായാലും ആള് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല മാനസികമായിട്ടുള്ള വിഷമത്തിലാണ്. ഇനി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത്, ഓൾറെഡി എനിക്കിത് അറിയായിരുന്നു കേട്ടോ, പുള്ളിക്കാരിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2-3 വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ഇവരെ എതിർത്ത് ഞാൻ സംസാരിച്ചതും. എനിക്കത് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. നിങ്ങളുടെ മുന്നിൽ പുള്ളിക്കാരി എന്ന് പറയുന്നു, അന്ന് ഞാനത് എടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ ആയിരുന്നു. എനിക്കറിയാം കൂടുതൽ താമസിക്കാതെ പുള്ളിക്കാരി വന്ന് പറയുമെന്നുള്ള കാര്യം എനിക്കും അറിയായിരുന്നു. ഞങ്ങൾ രേണുസുതിയെ സംബന്ധിച്ച് കുറേ വിമർശനങ്ങളും കുറേ അപരാധങ്ങളൊക്കെ കേട്ടിട്ടും പിടിച്ചു നിന്നു. സൈബർ പുള്ളി നല്ല പോലെ ഏറ്റ ഒരാളാണ്, പിടിച്ചു നിന്നു. പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് രേണുസുതിയോട് പറയാനുള്ളൂ, ഒരു കാരണവശാലും തളർന്നു പോകരുത്, മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, മോന് കുഞ്ഞാണ്, ഒരുപാട് വേദനകൾ രേണുസുതി ഈ നിമിഷം നേരിടുമെന്ന് എനിക്കറിയാം. എന്നാലും ആ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് തന്നെ പോകണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തുള്ള ആരും രേണുസുതിയെ ഇഷ്ടപ്പെടാത്തവരല്ല. രേണുസുതിയെ വിമർശിച്ചവരൊക്കെ രേണുസുതിയെ ഒത്തിരി സ്നേഹിക്കുന്നവരായിരുന്നു. പക്ഷേ രേണുസുതിയെ വിമർശിക്കാൻ കാരണമുണ്ട്. രേണുസുതിയുടെ കുറച്ച് ആഡംബരമായ ജീവിതം, മേക്കപ്പ്, വസ്ത്രധാരണ, ഇതൊക്കെ കൊണ്ടാണ് രേണുസുതിയെ വിമർശിച്ചിട്ടുള്ളത്. അവരൊക്കെ ആർക്കും രേണുസുതിയെ ഇഷ്ടമില്ലായ്മ കൊണ്ടല്ല. സുധി മരിക്കുന്നതിന് മുമ്പ് രേണു എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സുധി മരിച്ച് കുറച്ച് ദിവസങ്ങളിൽ രേണുസുതി എങ്ങനെയായിരുന്നു, ആ രേണുവിനെയാണ് എല്ലാവരും സ്നേഹിച്ചിരുന്നത്. പെട്ടെന്ന് രേണുവിനൊരു മാറ്റം വന്നു, വസ്ത്രത്തിൽ, മേക്കപ്പിൽ, പിന്നെ ഓരോരോ കാര്യങ്ങളിൽ മാറ്റം വന്നപ്പോൾ ഈ രേണുസുതിയെ സ്നേഹിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും അധികം വിമർശിച്ചത്. എന്തുകൊണ്ടും അവരെല്ലാവരും ഇന്ന് രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ഇനിയെങ്കിലും അവരെ വെറുതെ വിടണം. കാരണം നിങ്ങളുടെ ഓരോ നെഗറ്റീവ്സും അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കാം. അവർ എടുക്കുന്ന മരുന്നുകളെ അവരുടെ ശരീരത്തിൽ അത് പ്രയോജനകരമല്ലാതായി മാറാം. അതുകൊണ്ട് നിങ്ങൾ കാരണം അവർക്കൊരു അപകടവും വരാത്ത രീതിക്ക് നിങ്ങൾ ഇനിയെങ്കിലും നെഗറ്റീവ് കമൻസ് ഒന്ന് മാറ്റിപ്പിടിക്കുക. ഒന്നുമില്ലെങ്കിൽ, നിങ്ങളെ കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, അവർ നിങ്ങളാൽ കഴിയുന്നു അത് മാത്രം ചെയ്യുക. കാരണം നമ്മുടെ പ്രബിനിൽ ഞങ്ങൾ നല്ല പോലെ വേദനിക്കുന്നുണ്ട്, ഇന്നും എന്നും, ഇനിയുള്ള കാലം മൊത്തം. അതിപ്പോൾ ആരോട് നമ്മൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പറഞ്ഞാലും അതിലൊരു മാറ്റവും വരില്ല. അപ്പോൾ ഈ ഒരവസ്ഥയിൽ കൂടിയായിരിക്കും ഇന്ന് രേണുവും കടന്നു പോകുന്നത്. നിങ്ങൾ കൂടുതലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളാൽ കഴിയുന്നതുപോലെ പ്രാർത്ഥിക്കുക. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അങ്ങനെ രേണുസുതിക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അപ്പോൾ എൻ്റെ മകൻ ക്യാൻസറായിട്ട് അതിജീവിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു വാക്ക് കേൾക്കുക രേണു സുധി. ഓക്കെ, ഞാനത് ഇവിടെ കൊടുക്കാം. ഹായ്, എൻ്റെ പേര് പ്രബിൻ. അപ്പോൾ ആൻറ്റി പറയണതെല്ലാം ഞാനും കേട്ടു. അപ്പോൾ ആൻറ്റി വിഷമിക്കണ്ട,
അപ്പോൾ ഞാനും ആ സ്ഥിതിയിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ ആൻറ്റി ഒട്ടും വിഷമിക്കേണ്ട, ആരൊക്കെ എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കണ്ട. ആൻറ്റിയുടെ മൈൻഡ് സെറ്റിൽ തന്നെ ഇരുന്നോ, കുഴപ്പമില്ല. അപ്പോൾ ഒന്നും വിഷമിക്കൊന്നും ചെയ്യരുത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ അസുഖമൊക്കെ മാറാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ പ്രവീൺ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? രേണുസുതി വിഷമിക്കരുത്, നല്ല സന്തോഷമായിരിക്കുക ആരെന്ത് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ മുന്നോട്ട് തന്നെ പോവുക, ജീവിക്കണം, ഋതപ്പന് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബായ്.